ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ സംഖ്യാപുസ്തകമാണല്ലോ വായിച്ചു വരുന്നത്. ഇന്നലെ 29-ാം അധ്യായം നമ്മൾ ചിന്തിക്കുന്നത് 30-ാം അധ്യായമാണ്. 30-ാം അധ്യായത്തിൽ സ്ത്രീകൾക്കുള്ള നേർച്ചകളെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു ദൈവത്തിന് നേർച്ചകൾ നേരുക എന്നുള്ളത്. നേർച്ചകൾ നേരുക എന്നുള്ളത് ദൈവത്തോടുള്ള നന്ദി പ്രകടനമാണ്. ദൈവം ചെയ്യുന്നതായ അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കും സംരക്ഷണത്തിനും ദൈവത്തിന് നന്ദി രേഖപ്പെടുത്താൻ സാധിക്കുന്നത് ലഭിച്ചതായ അനുഗ്രഹത്തിൽ നിന്നൊരു അംശം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവമുൻപാകെ സമർപ്പിച്ചാണ്. വാക്കുകളേക്കാളുപരി, സ്തോത്രോച്ചാരണങ്ങളെക്കാളുപരി അനുഗ്രഹത്തിൻ്റെ ഒരു അംശം ദൈവത്തിന് നൽകിക്കൊണ്ട് നേർച്ചകൾ നേരുന്ന രീതി പഴയ നിയമകാലം മുതലുണ്ട്. അതൊരിക്കലും ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരവസരമല്ല. കാരണം നമ്മൾ നൽകുന്ന സാധനങ്ങൾ കണ്ടിട്ടോ അതിൻ്റെ വില കണ്ടിട്ടോ അതിൻ്റെ വലിപ്പം കണ്ടിട്ടോ അല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഞാൻ സമർപ്പിക്കുന്ന വസ്തുക്കൾ എന്തായിരുന്നാലും, ഞാൻ ചെയ്യുന്നത് എന്തായിരുന്നാലും എന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ്. എനിക്ക് അങ്ങനെ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് പുതിയ നിയമത്തിലും അപ്പസ്തോലിക കാലത്തും അങ്ങനെ നടന്നതായി വിശുദ്ധ ബൈബിളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പസ്തോലനായ പൗലോസ് ദ കെംഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ തൻ്റെ തല ക്ഷൗരം ചെയ്യിച്ചതായിട്ട്. അക്കാലത്തുണ്ടായിരുന്ന ഒരു നേർച്ചയുടെ രീതിയായിരുന്നത്. ദൈവസന്നിധിയിൽ തല ക്ഷൗരം ചെയ്ത് ആ നേർച്ചകളെ പൗലോസ് അവിടെ നിറവേറ്റിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. നേർച്ചകൾ നേരുന്നത് തെറ്റാന്നൊക്കെ പറയുന്ന ചില ആളുകളുമുണ്ട്. പക്ഷേ ഒരിക്കലും അത് തെറ്റെന്ന് പറയാനാവില്ല. ദൈവസന്നിധിയിലുള്ള എന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി, പ്രതീകമായി എനിക്കത് ചെയ്യാവുന്നതാണ്. എന്നാൽ ദൈവത്തോടുള്ള ബാർഗെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണെങ്കിൽ അത് വലിയ തെറ്റാണ്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞ എൻ്റെ സാധനങ്ങളുടെ വലിപ്പമോ അതിൻ്റെ വിലയോ കണ്ടിട്ടല്ല ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇത് സകലതും ദൈവത്തിൻ്റേതാണ്. എന്നാൽ എന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി, പ്രതീകമായി ഞാനിത് സമർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്നത് ഒരു സ്ത്രീ നേർച്ച നേരുന്നെങ്കിൽ അവൾ വിവാഹിതയല്ല എങ്കിൽ അവളുടെ പിതാവ് ആ നേർച്ച അത് നേരുന്നത് കേട്ടു. അദ്ദേഹത്തിന് അത് ക്യാൻസൽ ചെയ്യാനും അത് നിവർത്തിക്കാനുമുള്ള അവകാശമുണ്ട്. വിവാഹിതയാണെങ്കിൽ ഭർത്താവിനാണ് അതിനുള്ള അവകാശം. കാരണം വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയുടെ സംരക്ഷകൻ പിതാവാണ്. വിവാഹം കഴിച്ച സ്ത്രീയുടെ സംരക്ഷകൻ ഭർത്താവാണ്. അപ്പം അതുകൊണ്ട് ആ നേർച്ചകൾ അത് അവർക്ക് ക്യാൻസൽ ചെയ്യാനും അത് നിവർത്തിക്കാനും രണ്ടിനുമുള്ള അവകാശം അവർക്കുണ്ട്. കാരണം അവരാണല്ലോ അതിനുവേണ്ടി പണം മുടക്കേണ്ടയാൾ. ഇന്നത്തെ പോലെ സ്ത്രീകൾക്ക് ജോലിയോ മറ്റ് വരുമാന മാർഗങ്ങളോ ഒന്നുമില്ല. ഭർത്താവിനെ അപ്പനെയും പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അവരുടെ അത് ക്യാൻസൽ ചെയ്യാനും അത് നിവർത്തിക്കാനുമുള്ള അവകാശം അപ്പനും ഭർത്താവിനും കൊടുക്കാൻ കാരണം. മറ്റൊന്ന്, അപ്പനോടും ഭർത്താവിനോടുമുള്ള സ്ത്രീയുടെ വിധേയത്വത്തെ ഇത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു സ്ത്രീ വിവാഹമോചിതയായവളോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയവളോ ആണെങ്കിൽ ആ നേർച്ചയുടെ ഉത്തരവാദിത്വം അവൾക്ക് തന്നെയാണ്. കാരണം അവൾക്ക് മറ്റൊരു സംരക്ഷകരായിട്ട് മറ്റാരുമില്ല. കാരണം അവൾ പ്രായപൂർത്തിയായ വിവാഹം കഴിച്ചയച്ചു. പിന്നെ അവളുടെ ഡിവോഴ്സായി, അവൾ പ്രായപൂർത്തിയായവളാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മറ്റാരുമില്ല.
അതുകൊണ്ട് അത് അവൾ തന്നെയാണ് അത് വേണോ വേണ്ടയോ എന്ന് അത് നിശ്ചയിക്കാനുള്ള ഉത്തരവാദിത്വം അവളുടെ തന്നെയാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏതൊരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവം എല്ലാം വളരെ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും രീതികളും ഇസ്രായേലിന് നിയമിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഈ പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കും. പുതിയ നിയമസഭയിലും നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ദേവാലയ പ്രവേശനം. ബഹുമതിപൂർവം ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചില്ല, നേർച്ചകളെ നാൾത്തോറും ഞാൻ നിനക്ക് കഴിക്കും. ബഹുമതിപൂർവ്വം ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ നേർച്ചകളെ നാൾത്തോറും ഞാൻ നിനക്ക് കഴിക്കും. കാരണം ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹത്തിൽ നിന്നും, അത് സമ്പത്തായാലും അത് പണമായിട്ടായാലും വസ്തുവകയായിട്ടായാലും, അതൊക്കെ നമ്മൾ ദേവാലയങ്ങളിൽ കൊണ്ടുവരുന്ന ദൈവത്തോടുള്ള നന്ദി രേഖപ്പെടുത്തലാണ്. അപ്പോൾ ആ വലിയ ഒരു നന്ദി രേഖപ്പെടുത്തലിൻ്റെ അത് ഒരു സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള നിയമത്തെക്കുറിച്ചാണ് 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്കും നേർച്ചകൾ നേരാം. അത് ദൈവത്തോടുള്ള ബാർഗെയിനിങ് അല്ല, ദൈവത്തോട് വിലപേശാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാതെ പൂർണ്ണമായ നന്ദി രേഖപ്പെടുത്തലായി ഇതിനെ കാണുവാൻ നമുക്കിടയായിട്ട് തീരണം. ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഈ വേദഭാഗങ്ങളുടെയൊക്കെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.